ഹലോ ഗായ്സ്, സുഖം തന്നെയല്ലേ? ക്രൂസിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ദോഹ പോർട്ടിൻ്റെ വെളിയിലോട്ട് പോകുകയാണ്. ഇത് ഓൾഡ് ദോഹ പോർട്ടാണ്. ഇവിടെ കയറിയപ്പോൾ ഒരു മറൈൻ വേൾഡിൽ കയറിയ ഒരു പ്രതീതിയായിരുന്നു. എല്ലാവിടെയും അക്വേറിയമാണ്. എസ്കുലേറ്ററിലൂടെ പോകുമ്പോൾ എല്ലാ ഭാഗവും അക്വേറിയം നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻ്റെയും ലാൻഡ്മാർക്കുകളുടെയും ഒരു ലിസ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് 7 hours ഖത്തറിൽ കറങ്ങാനായി ടൈം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. പോർട്ടിൻ്റെ വെളിയിൽ നിറയെ ടാക്സികളുണ്ട്. ഇനി ഗ്രൂപ്പായി വരുന്നവർക്കായി നിറയെ ടൂറിസ്റ്റ് ബസ്സുകളും ഉണ്ട്. നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഖത്തറിലുണ്ട്. അവരാണ് നമ്മളെ ഖത്തർ മുഴുവൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അവരോട് ഞാനൊരു സ്പെഷ്യൽ താങ്ക്സ് ഇപ്പോൾ പറയുകയാണ്. ഓൾഡ് ദോഹ പോർട്ടിൻ്റെ അടുത്തുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കാം. അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റി. ഇവിടുത്തെ സ്കൈലൈൻ വ്യൂ ഒന്ന് നമുക്ക് ആസ്വദിക്കാം. ഖത്തറിലെ ഐക്കോണിക് ബിൽഡിങ്സ് ഒക്കെ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഫെബ്രുവരി എൻഡിൽ ഇവിടെ വെബ് സബ്മിറ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങളാണിതെല്ലാം. നിറയെ ഈന്തപ്പനകൾ നിൽക്കുന്ന ഒരു നാടാണിത്. ഇത് ഖത്തറിലെ പാർലമെൻറ്റാണ്, അമീറി ദിവാൻ. ഖത്തറിനെ കുറിച്ച് എനിക്കറിയാവുന്ന ആകെക്കൂടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ പണ്ട് ഫിഫ വേൾഡ് കപ്പ് നടന്നിരുന്നു എന്നുള്ളത് മാത്രമാണ്. ആ ഫിഫ വേൾഡ് കപ്പിൻ്റെ മെമ്മറീസൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ ആദ്യം വന്നത്. ഇത് ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നതിന് മുമ്പുള്ള കൗണ്ട് ഡൗൺ ക്ലോക്കാണ്. ഈ സ്ഥലം ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയിരിക്കുകയാണ്. ഇത് ദോഹയിലെ കോർണിഷ് ഏരിയ ആണ്. നിറയെ ബോട്ടുകൾ ഇവിടെയുണ്ട്. ഖത്തർ ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട്.
ഖത്തറിൻ്റെ തലസ്ഥാനവും പ്രധാന സിറ്റിയുമായ ദോഹയിലാണ് ഞങ്ങളിപ്പോൾ കറങ്ങി നടക്കുന്നത്. പിന്നെ ഞങ്ങൾ പോയത് ഇവിടുത്തെ സൂക്കിലേക്കായിരുന്നു. സൂക്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റാണ്. അതെല്ലാം ഒന്ന് പോയി കണ്ടു. നിറയെ ലവ് ബേർഡ്സുകളുണ്ട് ഇവിടെ. നല്ല രസമുണ്ട് അതെല്ലാം കാണാനായിട്ട്. പക്ഷികളുടെ കൂടുകൾ. ഖത്തറിൻ്റെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ മുഴുവൻ ഉള്ളത്. ഇതൊക്കെ കൂടുതലും സുവനിയർ ഐറ്റംസാണ്. മാഗ്നറ്റ്, ബാഗുകൾ, കീ ചെയിൻ അങ്ങനെയുള്ളതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഫ്ലാഗ് പ്ലാസ. മോർ ദാൻ 100 കൺട്രീസിൻ്റെ ഫ്ലാഗ് ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതിവിടുത്തെ ഒരു മ്യൂസിയമാണ്. പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ പാം ലീഫിൻ്റെ ഷേപ്പിലാണ്. രാത്രി ലൈറ്റിൽ അത് നല്ല ഭംഗിയാണ്. പണ്ടിവിടെ ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഓർമ്മയാണിത്. നമ്മുടെ ഫാമിലി ഫ്രണ്ട്സാണ്. ഇദ്ദേഹമാണ് ഞങ്ങളെ ഖത്തർ മുഴുവൻ കാണിച്ചു തരുന്നത്. ഒരു ഹൗസ് വിസിറ്റിന് ശേഷം ഞങ്ങൾ വീണ്ടും കറങ്ങാനിറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് ഒരു മെമ്മറി ഉള്ളൊരു സ്ഥലത്തേക്ക് തന്നെയാണ്. പണ്ടിവിടെ ഏഷ്യൻ ഗെയിംസ് നടന്നിരുന്നു. അപ്പോൾ ദീപശിഖ തെളിച്ചത് ഇതിലൂടെയാണ്. അതാണ് ഈ ടോർച്ച് ടവർ. അതിൻ്റെ അടുത്തൊരു സ്റ്റേഡിയവും ഉണ്ട്. ടോർച്ച് ടവറിൻ്റെ അടുത്തായിട്ടാണ് ഒരു വലിയൊരു ഷോപ്പിംഗ് മാളുണ്ട്, വില്ലേജിയോ മോൾ. അവിടെ എനിക്ക് ഹൈലൈറ്റായിട്ട് തോന്നിയ കാര്യം ഒരു ആർട്ടിഫിഷ്യൽ ലേക്കുണ്ട്, അതിലൊരു ബോട്ടുമുണ്ട്. നമുക്കതിൽ കയറി യാത്ര ചെയ്യാം. ഫ്രണ്ട്സ് ഒരുമിച്ച് കൂടുമ്പോൾ പിന്നെ നാട്ടുവിശേഷവും വീട്ടുവിശേഷങ്ങളും എല്ലാം പറഞ്ഞ് അങ്ങനെ നടന്ന് സമയം പോകുമല്ലോ.
എല്ലാത്തരം ബ്രാൻഡഡ് ഐറ്റംസും നിറയെ റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉള്ളൊരു ഷോപ്പിംഗ് മോളാണിത്. റോട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പിന്നെ ഞങ്ങൾ പോയത് ലുസൈൽ സിറ്റിയിലേക്കാണ്. അവിടെ നിങ്ങൾക്ക് ലുസൈൽ പ്ലാസ ടവർ കാണാം. 4 ബിൽഡിംഗ് ഉണ്ട്. ഖത്തർ എന്ന രാജ്യത്തിനെ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഒരു നല്ല സ്ഥാനം നേടിക്കൊടുത്തത് ഫിഫ വേൾഡ് കപ്പിലൂടെയാണ്. 2022 ആ വേൾഡ് കപ്പ് കാണുന്നതിൻ്റെ ഇടയിലുള്ള ഓരോ ബ്രേക്കിലും കാണിക്കുന്ന സ്റ്റേഡിയമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതാണ് ലുസൈൽ സ്റ്റേഡിയം. കുറേ സ്റ്റേഡിയങ്ങൾ അവരുണ്ടാക്കിയിരുന്നു ഫിഫ വേൾഡ് കപ്പിന് വേണ്ടി. അതിലൊന്നാണ് ഇത്. ഗോൾഡൻ കളർ അതിമനോഹരം തന്നെയാണ്. ഇത് സിക്സാക് ടവറാണ് ഇവിടുത്തെ. ഇനി അടുത്തത് ഖത്തറിലെ ഐക്കോണിക് ബിൽഡിംഗ് ആണിത്, റാഫേൽസ് ഹോട്ടൽ. ഇതൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. കോർണിഷിൻ്റെ അടുത്തായിട്ടാണ് ഈ റാഫേൽ ഹോട്ടൽ വരുന്നത്. അപ്പോൾ നല്ല വ്യൂ ആണ്. ഇതൊരു ഹോട്ടലാണ്. പിന്നെ ഞങ്ങൾ പോയത് ക്രിസ്റ്റൽ വാക്കിലേക്കാണ്. ഇവിടുത്തെ ഫ്ലോറിൽ നിറയെ ബോക്സുകൾ നിങ്ങൾക്ക് കാണാം. അതിൽ ഫുൾ ക്രിസ്റ്റലിൻ്റെ വർക്കുകളാണ്. ഈവനിങ് ലൈറ്റിൽ അത് ഭയങ്കര ഭംഗിയായിട്ട് വരും. ഇതാണ് ഈ ക്രിസ്റ്റൽ വാക്കിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള എലിമെൻറ്റ്. ഹെലികോപ്റ്ററാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. ഓരോ ബോക്സിലും ഓരോ ഡിസൈനുകളാണ്. ബോട്ടുകളൊക്കെ കാണാം. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, വീണയൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്.
മോർ ദാൻ 100 ക്രിസ്റ്റൽ ബോക്സസുകൾ ഇവിടെ ഉണ്ട്. നമ്മുടെ ടൈം കുറഞ്ഞു വരികയാണ്. 7 hours നിന്ന് 4 hours കഴിഞ്ഞു. ഇനി നൈറ്റ് ലൈഫും കൂടി ഒന്ന് കാണാം. എല്ലാ രാജ്യത്തും കാണുന്ന പോലെ നിറയെ ലൈറ്റ് ഡെക്കറേഷൻസ് ആണ് എല്ലാവിടെയും. പിന്നെ ഞങ്ങൾ പോയത് ഇവിടുത്തെ ഒരു കൾച്ചറൽ വില്ലേജിലേക്കാണ്, കട്ടാര കൾച്ചറൽ വില്ലേജ്. ഖത്തറിൻ്റെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഈവൻസും ഇവിടെ നടക്കാറുണ്ട്. ഇവിടെ ആംഫി തിയേറ്റർ ഉണ്ട്, സ്റ്റേഡിയമുണ്ട്, നല്ല ബീച്ച് വ്യൂ എല്ലാം കിട്ടും. നല്ല ആർട്ട് വർക്കുകളൊക്കെ ഇവിടെ കാണാം. വൺ അവറൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കട്ടാര കൾച്ചറൽ വില്ലേജ്. ഒരു കാർ ഡ്രൈവിലൂടെ ഖത്തർ കാണാൻ പോകുന്ന വ്യക്തിക്ക് 7 hours ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും ഒക്കെ കണ്ടുവരാൻ പറ്റും. നമ്മൾ എന്തൊക്കെ സ്ഥലം കവർ ചെയ്തു എന്നുള്ളതൊന്ന് നോക്കാം. ഞങ്ങളുടെ ഷിപ്പ് ഇതാ വെയിറ്റിംഗ് ആണ്. 8 മണിക്ക് മുന്നേ തന്നെ ഞങ്ങൾ ഷിപ്പിലേക്ക് കയറി. ഫൈനലായിട്ട് ഖത്തറിലെ ഫയർ വർക്കും കൂടി ഞങ്ങൾക്ക് ഷിപ്പിൽ നിന്ന് കാണാനായിട്ട് പറ്റി. ഖത്തർ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ ഇനി ദുബായിലേക്ക് മടങ്ങുകയാണ്. ഇനി പുതിയ വീഡിയോകളുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.